പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ രേവതി മുത്തശ്ശനോട് പറയാണ്, നവ്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി നയന കാച്ചി വെച്ചിട്ടുള്ള പാലാണ് ദേവയാനി ചേച്ചി എടുത്ത് കുടിച്ചതെന്ന് പറയും കേട്ടോ. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശനോട്, അത് ശരിയാണ് മുത്തശ്ശ, എനിക്ക് തരാൻ വേണ്ടി നയന കാച്ചി വെച്ച പാൽ തന്നെയാണ് അമ്മായി എടുത്ത് കുടിച്ചത്. അപ്പോൾ നയന അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ ആ പാൽ അവിടെ കാണാനില്ലാത്തതുകൊണ്ട് പിന്നെ വേറെ ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് തിളപ്പിച്ചാണ് എനിക്ക് നയന കൊണ്ട് തന്നതെന്നും പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ആ പാല് കുടിച്ചുകൊണ്ടാണോ ദേവയാനിക്ക് ഇങ്ങനെ പ്രശ്നം വന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് കാര്യം അറിയാതെ ആരെയും കുറ്റപ്പെടുത്തരുതെന്ന് പറയാണ്. പിന്നീട് ആദർശ് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശ് വരുന്ന ഉടനെ തന്നെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തായി മോനെ, എങ്ങനെയുണ്ട് അമ്മയ്ക്ക് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശിനാണെങ്കിൽ ആദ്യം ഇങ്ങനെ പറയാനൊരു മടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മുത്തശ്ശൻ പറയും, എനിക്കിങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഒരു ഫോൺ കോളിൻ്റെ ആവശ്യമേ അവിടുത്തെ കാര്യങ്ങൾ അറിയാം, അതുകൊണ്ട് നീ ഒന്നും മറക്കേണ്ട എന്ന് പറയുമ്പോൾ ആദർശ് കാര്യം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മയുടെ ഉള്ളിൽ ഇങ്ങനെ വിഷം ചെന്നിട്ടുണ്ട്, പാല് കുടിച്ചുകൊണ്ടാണ് പ്രശ്നമായതെന്ന് പറയും. അപ്പോഴേക്കും അനാമികയ്ക്കും അമ്മയ്ക്കൊക്കെ ഒരു പേടിയാവുന്നുണ്ട്. അനാമിക പെട്ടെന്ന് തന്നെ ആ പതർച്ചയൊന്നും കാണിക്കാതെ പെട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു, കണ്ടില്ലേ ആ പാല് കുടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ വല്യമ്മയ്ക്ക് പ്രശ്നം വന്നതെന്ന് മനസ്സിലായില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അതിൻ്റെ കൂടെ രേവതിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ആദർശിൻ്റെ ഭാര്യയാണ് ആ പാൽ അവിടെ തിളപ്പിച്ച് വെച്ചതെന്ന് പറയും. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, അതിന് ഇങ്ങനെ ഇതുവരെ ഇങ്ങനെ നയന കയറി വന്ന നാൾ തൊട്ട് അവൾ തന്നെയാണ് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്, പക്ഷേ അവളാർക്കും ഇങ്ങനെ ഭക്ഷണത്തിലൂടെ വിഷം വിളമ്പി കൊടുത്തിട്ടില്ല എന്ന് പറയും കേട്ടോ. പിന്നീട് നവ്യ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ വിഷം ചേർത്തവർ തന്നെയായിരിക്കും അത് മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയും. നവ്യ അങ്ങനെ പറയുന്ന സമയത്ത് അനാമികയ്ക്ക് ഒരു പേടി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും വീണ്ടും പറയുന്നുണ്ടായിരുന്നു, നവ്യനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ നേരത്തെയും പറഞ്ഞു, ഇങ്ങനെ നമ്മൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാതെ ഇങ്ങനെ മറ്റുള്ളവരുടെ മേലിൽ കുറ്റം ആരോപിക്കരുത് എന്ന് പറയാണ് കേട്ടോ. ഇതിപ്പോൾ മറ്റുള്ളവർ തളർന്ന് കിടക്കുമ്പോൾ ഇങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ ഇങ്ങനെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ല എന്ന് പറയും. പിന്നീട് ആദർശ് പറയുന്നുണ്ടായിരുന്നു, നയനി അച്ഛനൊക്കെ ഹോസ്പിറ്റലിലാണ്, ഞാൻ അവരുടെ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകാൻ വന്നാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് അകത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് രേവതി പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് എൻ്റെ മോളെ എനിക്കിവിടെ വിശ്വസിച്ച് നിർത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയും കേട്ടോ, എനിക്ക് പേടിയാണെന്നൊക്കെ പറയുമ്പോൾ രേവതിനോട് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ അനിയുടെ സമ്മതത്തോടു കൂടി ഇങ്ങനെ മോളെയും കൊണ്ട് രേവതിക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയും കേട്ടോ. അപ്പോൾ രേവതി പെട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല സാറേ പറഞ്ഞത് എന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ അനാമികയും പെട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു, മുത്തശ്ശ അത് അമ്മ ഇങ്ങനെ പേടി കൊണ്ട് പറഞ്ഞതാണ്, സോറി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, ആരും ഭയപ്പെട്ടുകൊണ്ട് ഇവിടെ നിൽക്കണമെന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവർ അങ്ങ് അകത്തേക്കാണ് കേട്ടോ പോകുന്നത്. പിന്നീട് നവ്യാണെങ്കിലും ആകെ ടെൻഷനിലാണ്. പിന്നീട് നേരെ അനാമിക റൂമിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ റൂമിലേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ വല്യമ്മയല്ലേ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, ആദർശേട്ടനെ പോലെ നിന്നെ സ്നേഹിച്ചിരുന്ന ആളല്ലേ നിൻ്റെ വല്യമ്മ, എന്നിട്ട് ആ വല്യമ്മയ്ക്ക് ഇങ്ങനെ പറ്റിയത് നിൻ്റെ ഇങ്ങനെ ഏട്ടത്തി കാരണം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് നയനേനെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. മരുമോൾ തന്നെയാണ് അമ്മായിയമ്മേനെ കിടത്തിയത് എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ഏട്ടത്തി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, നീ അങ്ങനെ ചെയ്താലും എന്ന് പറയൂ കേട്ടോ. അപ്പോൾ നിനക്കിങ്ങനെ അവരെ തള്ളി പറയാൻ പറ്റില്ലല്ലോ, നിൻ്റെ കാമുകിയുടെ ചേച്ചിയല്ലേ എന്ന് പറയും. അതുകൊണ്ട് മാത്രമൊന്നല്ല, ശരിയാണ് നന്ദുവിൻ്റെ ചേച്ചിയാണ്, പക്ഷേ എൻ്റെ ഏട്ടത്തി കൂടിയാണ്, അതുകൊണ്ടാണ് ഞാൻ അവർക്ക് ഇങ്ങനെ ആ ഒരു ഇത് കൊടുക്കുന്നത്, എൻ്റെ ഏട്ടത്തി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് ഇങ്ങനെ പറയുകയും ചെയ്യും കേട്ടോ. നീ അങ്ങനെ ചെയ്താലും നീയും നിൻ്റെ അമ്മയും വന്നതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടുതലായിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ അനാമിക ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതിനു മുന്നേ ഇവിടെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന്. ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അത് അഭിയും ഇങ്ങനെ അപ്പച്ചി ചെറിയ കാര്യങ്ങളായിരുന്നു, പക്ഷേ നീ വന്നതിന് ശേഷം അത് കൂടുതലായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അനാമികേനെ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. ആ സമയത്ത് അനാമികയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നിൻ്റെ ഏട്ടത്തിയാണ്, അവരെന്നെയായിരിക്കും ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ അനി അതങ്ങ് സമ്മതിച്ചു കൊടുക്കുകയില്ല കേട്ടോ. എനിക്ക് അറിയാലോ നയനയുടെ സ്വഭാവം. അപ്പോൾ അതുകൊണ്ട് തന്നെ അനി പറയുന്നുണ്ടായിരുന്നു, നീ എന്തൊക്കെ പറഞ്ഞാലും ഞാനും ഏട്ടനൊന്നും ഏട്ടത്തിനെ സംശയിക്കാൻ പോകുന്നില്ല, നീ വെറുതെ വായിട്ട് അലക്കുക എന്നല്ലാതെ ഒരു കാര്യം അതുകൊണ്ട് ഉണ്ടാവില്ല എന്നും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ കേൾക്കുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ടായിരുന്നു, ഇവിടുത്തെ ആണുങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ഒരു പിരി ലൂസാണല്ലോ എന്ന് പറയും. അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, അത് ശരിയാണ്, ഒരു പിരി ലൂസുള്ള ആൾ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട്, അയാളുടെ പേരാണ് വേണു എന്ന് പറയും കേട്ടോ. അപ്പോൾ അനാമിക തിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, നിൻ്റെ വീട്ടിലെ ആണുങ്ങളെ പറഞ്ഞപ്പോൾ നിനക്ക് പൊള്ളില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, എനിക്ക് പൊള്ളും, ഈ വീട്ടിൽ നട്ടെല്ലില്ലാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ, അത് അഭിയാണ്, ബാക്കി എല്ലാവരും നല്ല നട്ടെല്ലുള്ളവർ തന്നെയാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അതൊക്കെ പറഞ്ഞിട്ട് അനി അങ്ങ് പോകാനായിട്ട് തുടങ്ങിയിട്ട് പിന്നെയും തിരിഞ്ഞ് നിന്നിട്ട് അനാമികേനോട് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഏട്ടത്തിനെ സംശയിക്കുന്നവർ ഇങ്ങനെ വെറുതെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ, അല്ലാതെ നീ പറയുന്നത് കേട്ടിട്ട് ഞാനും ഏട്ടനും ഇവിടെ ഉള്ളവരൊന്നും ഇങ്ങനെ ഏട്ടത്തിനെ സംശയിക്കാൻ പോകുന്നില്ല, അത് വെറുതെ ആവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ അനാമിക ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട്
നവ്യേനെ കനക വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കനക വിളിച്ച ഉടനെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇന്നലെ ഞാനും അച്ഛനൊക്കെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. കാരണം ഇപ്പോൾ ഇങ്ങനെ 2 മരുമക്കളും ഇങ്ങനെ ഞങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പം നവ്യയുടെ മുഖത്ത് അത്ര സന്തോഷമൊന്നുമില്ല കേട്ടോ. ദേവയാനിക്ക് പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇങ്ങനെ കനകേനോട് പറയാനും പറ്റില്ലല്ലോ. അപ്പോൾ അവർ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അപ്പോൾ ആ സന്തോഷം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാവും നവ്യ ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പം നയനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പം നയന അവിടെ അപ്പുറത്തുണ്ട് എന്ന് പറയട്ടെ, അപ്പം ഞാൻ വിളിച്ചു എന്ന് പറയണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നവ്യയുടെ സ്വഭാവമാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇനി മോളുടെ സ്വഭാവം പഴയ സ്വഭാവം ഒന്നും എടുക്കരുത്, നിന്റെ സ്വഭാവം ഇങ്ങനെ കാലാവസ്ഥ മാറുന്ന പോലെയാണ് മാറുന്നത്, ഇനിയിപ്പോൾ അതൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ നയനയുടെ കാര്യത്തിൽ എനിക്ക് ടെൻഷനൊന്നുമില്ല, നിന്റെ കാര്യത്തിലാണ് ടെൻഷൻ. അതുകൊണ്ട് ഇനിയിപ്പോൾ മോളെ അബി സ്നേഹിക്കാനൊക്കെ തുടങ്ങിയല്ലോ, അതുകൊണ്ട് മോള് അബിയുടെ കാര്യങ്ങളും എല്ലാം നോക്കണം എന്ന് പറയാണ് കേട്ടോ. മോളുടെ അവസ്ഥയൊക്കെ അമ്മയ്ക്ക് അറിയാം, എന്നാലും ചെറിയ ജോലിയൊന്നും ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ കനക ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നയനയോട് വിളിച്ചു എന്നും കൂടെ പറയണമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നവ്യയ്ക്കാണെങ്കിലും ഇങ്ങനെ ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്താണ് അബി റൂമിലേക്ക് വരുന്നത് കേട്ടോ. അബി റൂമിലേക്ക് വന്നിട്ട് ആദ്യം തന്നെ പറയുന്നത്, നിന്റെ അനിയത്തി നിനക്ക് തരാൻ വെച്ചിരുന്ന പാലാണ് അമ്മായി എടുത്ത് കുടിച്ചത്. അപ്പോൾ നിന്റെ അനിയത്തി നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കളയാനാണ് നോക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയാണ്. അപ്പോൾ നവ്യയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം നവ്യ പറയുന്നുണ്ടായിരുന്നു, നയന ഒരിക്കലും എന്നോട് അങ്ങനെ ചെയ്യില്ല, എൻ്റെ വയറ്റിലെ കുഞ്ഞിനെ കളയാൻ അവൾ ശ്രമിക്കുകയില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, നിന്റെ അനിയത്തി ഒരു ഫ്രോഡാണ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നവ്യ അതങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നില്ല. പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ കനക വിളിച്ച കാര്യം പറയുന്നുണ്ടായിരുന്നു, എൻ്റെ അമ്മയാണ് ഇപ്പോൾ വിളിച്ചത്, അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷത്തിലാണ് നീ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി എന്നൊക്കെ അറിഞ്ഞതിൽ. എന്നിട്ട് അബിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ഇന്നലെ എന്നോട് കാണിച്ചത് ഉള്ള സ്നേഹമൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെയാണോ എന്ന് ചോദിക്കും കേട്ടോ. ആ സ്നേഹമൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ്, പക്ഷേ ഈ വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എനിക്കതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നിനക്ക് തരാനിരുന്ന പാലാണ് അമ്മായി എടുത്ത് കുടിച്ച്, ഇപ്പോൾ അമ്മായിയുടെ അവസ്ഥ ആകെ മോശമാണ്, അതിലെനിക്ക് നല്ല സങ്കടമുണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ. അതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു അബി. അതിന് മുന്നേ നവ്യ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നവ്യയാണെങ്കിലും വയറ്റിലൊരു കുഞ്ഞുണ്ടായതിന് ശേഷം ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസമായിരുന്നു ഇന്നലെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അബിയാണെങ്കിലും മനസ്സിൽ ഓർക്കുന്നത്, എനിക്ക് ഇന്നലെ ഇങ്ങനെ സന്തോഷമില്ലാത്ത ദിവസമായിരുന്നു എന്നൊക്കെ തന്നെയാണ് കേട്ടോ അബി മനസ്സിൽ ഓർക്കുന്നത്. അപ്പം നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്താ ഈ ആലോചിക്കുന്നത് എന്നൊക്കെ ചോദിക്കും കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് തന്നെ അബി പറയുന്നുണ്ടായിരുന്നു, അമ്മായിയുടെ അവസ്ഥ നീ കണ്ടില്ലേ, അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടെന്ന് പറഞ്ഞ് അബി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ. ആ സമയത്ത് നവ്യയ്ക്കാണെങ്കിലും ആകെ സങ്കടമാണ്. നവ്യയാണെങ്കിലും അബിയുടെ പെട്ടെന്ന് ഉള്ള ആ സ്നേഹമൊക്കെ അങ്ങ് പോയ സമയത്ത് ഇങ്ങനെ നവ്യയ്ക്കും ഒരു സംശയം ഉണ്ടാവുന്നുണ്ട്, അബി ഇന്നലെ കാണിച്ചത് ആത്മാർത്ഥമായിട്ടുണ്ടായിരുന്ന സ്നേഹമാണോ എന്നുള്ളൊരു സംശയം എന്തായാലും നവ്യയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. പിന്നീട് മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ താഴെ ഇരിക്കുന്നുണ്ടാവും. ആ സമയത്ത് ജലജ അവിടേക്ക് ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, അമ്മയും അച്ഛനും ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും കാണുന്നില്ലേ, ഒരാൾ മലയ്ക്ക് പോകാൻ ഇങ്ങനെ മാല ഇട്ടിരിക്കുകയാണ്, എന്നിട്ട് അവനോടൊപ്പം കൊഞ്ചു കൊഴിഞ്ഞ് നടക്കുകയാണ് ഒരുത്തി എന്നൊക്കെ പറയാണ്ട്. അപ്പോൾ ആരുടെ കാര്യം നീ പറയുന്നതെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു. വേറെ ആരുടെ കാര്യം, എൻ്റെ മോൻ്റെയും മരുമോളുടെയും കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ, നിനക്കെന്താ അവനെ പറഞ്ഞ് തിരുത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോനെ പറഞ്ഞ് തിരുത്താം, പക്ഷേ അവളെ ഞാൻ തിരുത്താൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവൾ എൻ്റെ മുഖത്തടിക്കും എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ സമയത്ത് അബിയും നവ്യയും കൂടെ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് മുത്തശ്ശൻ അബീനോട് പറയുന്നുണ്ടായിരുന്നു, നിന്റെ അമ്മ നിന്നെക്കുറിച്ചുള്ളൊരു പരാതിയാണ് ഇപ്പോൾ പറഞ്ഞത്, നീ ഇങ്ങനെ മലയ്ക്ക് പോകാൻ മാല ഇട്ടിട്ട് അതിൻ്റെ ചിട്ടകളൊന്നും അനുസരിക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, അത് ശരിയാണ്, ഇങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അബി എന്നെ ഇന്നലെ ഒന്ന് സ്നേഹിച്ച് തുടങ്ങിയത്, അപ്പോൾ ചില സമയത്തൊക്കെ മാലയിട്ട കാര്യം മറന്നുപോയി എന്ന് പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നതും സ്നേഹിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്, പക്ഷേ ഇങ്ങനെ മാല ഇട്ടിട്ടുണ്ടെങ്കിൽ അനുസരിക്കേണ്ട ചില ചിട്ടകളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ പാലിക്കണം. ഇനിയിപ്പോൾ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാനോട് പോയിട്ട് മാപ്പ് ചോദിക്കണം രണ്ടാളും എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, ചോദിച്ചോളാന്ന് പറയൂ കേട്ടോ. ശരിയെന്ന് പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് പോവുകയാണ്. അബിയാണെങ്കിലും അങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, മാല ഇട്ടത് കൊണ്ട് എനിക്കിങ്ങനെ ഒന്ന് മാറണം തോന്നി, മാല ഇട്ടുകൊണ്ട് നമ്മൾ ആരെയും വേദനിപ്പിച്ച് മല ചവിട്ടാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ അവളെ സ്നേഹിച്ച് തുടങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് അബി പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷമാണെങ്കിൽ ജലജ പറയുന്നുണ്ടായിരുന്നു, ഇവർ മാത്രമൊന്നുമല്ല ഇങ്ങനെ, ഇവിടെ വേറെ ഒരുത്തനും കൂടി മാല ഇട്ടിട്ടുണ്ടല്ലോ, അവനും അവൻ്റെ ഭാര്യയും കൊഞ്ചു കൊഴിയുന്നൊക്കെ ഞാനും കാണാറുണ്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിലും കാണാത്തത് പലതും കാണുന്ന സ്വഭാവം നിനക്കുണ്ടല്ലോ, നീ ആരുടെ കാര്യമാണ് പറഞ്ഞതെന്നൊക്കെ ചോദിക്കട്ടെ. അപ്പോൾ നയനയുടെയും ആദർശിൻ്റെയും കാര്യമാണെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, നയനമോളുടെയും ആദർശിൻ്റെയും കാര്യത്തിൽ ഞങ്ങൾക്കൊരു ടെൻഷനും ഇല്ല, ഇങ്ങനെ നവ്യ ഇങ്ങനെ നയനമോളുടെ ചേച്ചിയാണെങ്കിലും ഇങ്ങനെ
ചേച്ചീനേക്കാളും പക്വതയുള്ള കൂട്ടത്തിലാണ് നൈനമോള്. അതുകൊണ്ട് നീ അവരുടെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. ഞങ്ങൾക്കും വലിയ ടെൻഷനൊന്നുമില്ല. നീ നിൻ്റെ മോൻ്റെയും മരുമോളുടെയും കാര്യം നോക്കിയാൽ മതി എന്ന് പറയട്ടെ മുത്തശ്ശൻ. പിന്നീട് നവ്യയും നയനയും കൂടെ സംസാരിക്കുകയാണ്. നയനയോട് നവ്യ പറയുന്നുണ്ടായിരുന്നു, വീട്ടിലെല്ലാവരും ഇങ്ങനെ നിന്നെ പ്രതിക്കൂട്ടിലാക്കാനാണ് ഉള്ള സംസാരങ്ങളൊക്കെ തന്നെയാണ് അവിടെ നടക്കുന്നതെന്ന് പറയൂ കേട്ടോ. അപ്പോൾ ആദർശേട്ടനും ഇങ്ങനെ വലിയച്ഛനും എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്കൊന്നും ഒരു സംശയവുമില്ല. കാരണം ഞാൻ ചേച്ചിക്ക് തരാൻ വെച്ചിരുന്ന പാലാണല്ലോ അങ്ങനെ അമ്മ എടുത്ത് കുടിച്ചത്, അല്ലാതെ ഇങ്ങനെ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി കാച്ചിയ പാലൊന്നും അല്ലല്ലോ അതെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഞാൻ കുടിക്കേണ്ടിയിരുന്ന പാലായിരുന്നു അത്. ഞാനത് കുടിച്ചിരുന്നെങ്കിൽ ഇപ്പം എൻ്റെ വയറ്റിൽ കുഞ്ഞും പോയിരുന്നേനെ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ നവ്യയ്ക്കും സംശയമുണ്ട്. അപ്പോൾ ചേച്ചിക്ക് ആരെങ്കിലും സംശയം ഉണ്ടോ എന്ന് നയന ചോദിക്കുന്ന സമയത്ത് എനിക്ക് സംശയം എൻ്റെ ഭർത്താവിനെയും അതുപോലെ തന്നെ എൻ്റെ അമ്മായിയമ്മേനെയും തന്നെയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ നയന ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സംശയം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, ഒരുപാട് നാളുകൾക്ക് ശേഷം അഭി ഇന്നലെ എന്നോട് സ്നേഹം കാണിച്ചില്ലേ, അല്ലാതെ അങ്ങനെ എന്നെ സ്നേഹിക്കാൻ മാത്രം ഉള്ളതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയട്ടോ. അഭിക്ക് പെട്ടെന്നുള്ളൊരു സ്നേഹം ഉണ്ടായി, ഇന്നിപ്പോൾ ആ സ്നേഹമൊന്നും ഞാൻ അവനിൽ നിന്ന് കാണുന്നില്ല എന്ന് പറയൂട്ടോ. അപ്പോൾ അഭിയുടെ സ്വഭാവം മാറിയ കാര്യം പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവനല്ല അത് ചെയ്തതെന്നുണ്ടെങ്കിൽ പിന്നെ അനാമിക അമ്മയായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. അന്നിങ്ങനെ പായസത്തിൽ അവർ എന്തോ ചേർത്ത സമയത്ത് ഞാനാണല്ലോ അത് മാറ്റി വെച്ചത്, അതിൻ്റെ ഒരു ദേഷ്യം അവർക്കുണ്ടായിരുന്നു എന്ന് പറയൂട്ടോ. അപ്പോൾ എന്നാലും ഇങ്ങനെയൊക്കെ ആളുകൾ ചെയ്യുമോയെന്ന് നയന ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, ഇതിനപ്പുറവും അവർ ചെയ്യും എന്ന് പറയൂട്ടോ. പിന്നെ അതും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇങ്ങനെ ദൈവം ഇങ്ങനെ അമ്മായിക്ക് തിരിച്ചടി കൊടുത്താണെന്ന് ഞാൻ പറയുള്ളൂ എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല, അമ്മയ്ക്ക് പെട്ടെന്ന് അസുഖമൊക്കെ ഒന്ന് മാറിയാൽ മതിയായിരുന്നു എന്ന് മാത്രമേ എനിക്കിങ്ങനെ ആഗ്രഹമുള്ളൂ എന്ന് പറയൂട്ടോ. ഇതിപ്പോൾ നിങ്ങൾ മനഃപൂർവ്വം ആദർശേട്ടനെ കൊണ്ട് ഇങ്ങനെ അമ്മായി ഇങ്ങനെ മാല ഇടിയിപ്പിച്ചതാണല്ലോ, 41 ദിവസം വ്രതം ഇടിപ്പിച്ചാണല്ലോ നിങ്ങളിങ്ങനെ യാത്ര പോകാനിരുന്നപ്പോൾ, അപ്പോൾ അതിൻ്റെ തിരിച്ചടി ആയിരിക്കും എന്നൊക്കെയാണ് കേട്ടോ നവ്യ പറയുന്നത്. അപ്പോൾ നയന അതൊന്നും അങ്ങ് ഉൾക്കൊള്ളുന്നില്ല. നയന പറയുന്നുണ്ടായിരുന്നു, ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല, അമ്മയ്ക്ക് പെട്ടെന്നൊന്ന് അസുഖം മാറിയാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അമ്മ ഇങ്ങനെ കിടപ്പിലായിട്ടുണ്ടെങ്കിൽ ആ വീടിൻ്റെ താളം മൊത്തം തെറ്റുമെന്നും കൂടെ പറയുകയാണ് കേട്ടോ നയന. അപ്പോൾ നയനയ്ക്കാണെങ്കിലും ഭയങ്കര സങ്കടമുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ. പിന്നീട് ഡോക്ടറോട് സംസാരിക്കുകയാണ് ജയനും അതുപോലെ തന്നെ ആദർശും കൂടെ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ശരീരം മൊത്തം ആ വിഷം ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ സാറിൻ്റെ മിസ്സിസിൻ്റെ ബ്ലഡ് മുഴുവൻ മാറ്റിയിട്ട് പുതിയ ബ്ലഡ് കയറ്റണം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓർഗൻസിനൊക്കെ ചെറുതായിട്ടൊക്കെ ബാധിച്ചിട്ടുണ്ട്, ഇനി പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നുകൊണ്ട് ഇങ്ങനെ കരളിനും കിഡ്നിക്കൊന്നും വല്ലാതെ ഒന്നും പറ്റിയിട്ടില്ല എന്നൊക്കെ പറയാണ്. എന്തായാലും വീട്ടിൽ നടന്ന ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് ജയനാണെങ്കിലും ആകെ വിഷമത്തിലാണ് എന്നൊക്കെ ഡോക്ടറോട് പറയുന്ന സമയത്ത് ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു, ഇടയ്ക്ക് ദേവയാനിയോട് സംസാരിച്ച സമയത്ത് ഇതൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് അല്ല എന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയൂട്ടോ. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇനിയിപ്പോൾ വിശ്വസിച്ച് എന്തെങ്കിലും കഴിക്കാനും ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന് ഡോക്ടർ പറയുകയാണ്. അപ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആദ്യമായിട്ടാണ് വീട്ടിലുണ്ടാവുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട് എന്നൊക്കെ പറയുകയാണ്. എന്തായാലും അനന്തപുരി തറവാടിന് ഇങ്ങനെ കോട്ടം തട്ടുന്ന അങ്ങനെ ഒരു പ്രവൃത്തിയും ഈ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല, ഒരു ന്യൂസും ഇവിടുന്ന് പുറത്തു പോവില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോഴാണ് ജയനൊക്കെ ഒരു സമാധാനം ആവുന്നത്. അപ്പോൾ അതും കൂടെ അതാണ് വലിയൊരു ആശ്വാസവും കൂടെ ജയൻ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ആദർശാണെങ്കിലും ഡോക്ടറോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ബ്ലഡൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വലിയ കുഴപ്പമില്ലായിരിക്കും അല്ലേ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇങ്ങനെ ഡോക്ടർ ആദർശിനോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ദേവയാനീനെ കാണിക്കുന്നുണ്ടായിരുന്നു. ദേവയാനീനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.